ഏവർക്കും ലാൻഡ്മാർക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. CBSE പരീക്ഷ എഴുതുന്ന 10ാം ക്ലാസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ 11 പേരുള്ള ചോദ്യങ്ങൾ നമ്മൾ ആൻസർ കണ്ടെത്തി. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് 12ാമത്തെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. 12ാമത്തെ ചോദ്യം. പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് ആൻ ഇവന്റ് ഈസ് ഡിനോട്ടഡ് ബൈ P. പ്രോബിലിറ്റി ഓഫ് ഇവന്റ് ഈസ് P ആൻഡ് പ്രോബിലിറ്റി ഓഫ് നോൺ ഹാപ്പനിങ് ഓഫ് ദ ഇവന്റ് ഡിനോട്ടഡ് ബൈ ദ റിലേഷൻ P ആൻഡ് Q. അപ്പോൾ എന്താണ്? ഒരു പ്രോബിലിറ്റി പോസിബിലിറ്റി Pയും പോസിബിലിറ്റി അല്ലാത്തത് Q ആണെങ്കിൽ അവയുടെ സം എന്തായിരിക്കും? P + Q = 1 എന്നുള്ളതാണ് ഉത്തരം. പ്രോബബിലിറ്റിയും നോൺ സക്സസിൻ്റെ സം എപ്പോഴും 1 ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 തന്നെയായിരിക്കും. ആൻസർ നമുക്ക് എഴുതാം ഓപ്ഷൻ നമ്പർ A, P + Q = 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A girl calculated that the probability of her winning the first prize in a lottery is equal to 0.08. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ് എത്രയാണ്? ഈ പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ് എന്ന് പറയുന്നത് 0.08 ആണ്. ഇഫ് 6000 ടിക്കറ്റ്സ് ആർ സോൾഡ്, 6000 ടിക്കറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ഹൗ മെനി ടിക്കറ്റ് ഷീ ഹാസ് ബ്രോട്ട്, അവൾ വാങ്ങിച്ച ടിക്കറ്റ് എത്രയാണ്? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് her ticket divided by total ticket. അപ്പം നമുക്കിത് വെച്ച് P of E എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 0.08. അവൾ വാങ്ങിച്ച ടിക്കറ്റിൻ്റെ എണ്ണം നമുക്കറിയത്തില്ല, X എന്ന് വിളിക്കുന്നു. ടോട്ടൽ ടിക്കറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 6000. അപ്പം നമുക്ക് X കിട്ടുമല്ലോ. X = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 6 48 480. 2 ഡെസിമലുണ്ട്, 2 പൂജ്യം. അപ്പം ആൻസർ എത്രയാണ്? 480. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഫിഗർ ഇവിടെ ഒന്ന് വരച്ച് നോക്കാം, എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ഫിഗർ വരച്ചു. സർക്കിളാണെന്ന് വിചാരിക്കാം. ഇത് സെൻറ്ററാണ്. സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. OA എന്ന് പറയുന്നപ്പോൾ റേഡിയസ് ആയിരിക്കുമല്ലോ. OA റേഡിയസ് ആണ്. OD അല്ല, B ആണ്. OB എന്ന് പറയുന്നതും ഒരു റേഡിയസ് ആണ്. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ടാൻജൻറ്റ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് B. ഇത് P, ഇത് Q. പിന്നെന്താണ് തന്നിരിക്കുന്നത്? ഈ ആംഗിൾ 95 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ആംഗിളും കണ്ടുപിടിക്കണം ആദ്യം. ഈ ആംഗിൾ ഈ രണ്ട് റേഡിയസ്, ഈ OB = OA എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ A = ആംഗിൾ OBA ആയിരിക്കും. എന്താണ്? തുല്യ നീളമുള്ള വശങ്ങളുടെ എതിർകോണുകൾ തുല്യമായിരിക്കും. ഓപ്പോസിറ്റ്സ് സൈഡ് ഓഫ് സൈഡിന്, രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 95 തന്നിട്ടുണ്ട്. ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. 180 - 95 എത്ര കിട്ടും? 10 - 5 = 5. ഈ 17 - 9 പോയാൽ 8. 85 ഡിഗ്രി. ഈ രണ്ട് കോണുകളുടെയും ആകെ തുകയാണ്. നമുക്ക് 85ൻ്റെ പകുതി എടുത്താൽ ഓരോരുത്തർ കൊടുക്കാമല്ലോ. അപ്പം 84 42.5. 42.5 ഈ ഓരോ ആംഗിൾ ഈ ആംഗിൾ A എന്ന് പറയുന്നത് ഇതെത്രാവും? 42.5. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താണ്? ഒരു സർക്കിളിൻ്റെ റേഡിയസും ടാൻജൻറ്റും തമ്മിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? AB, ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 90 ഡിഗ്രിയിൽ നിന്നും 42.5 കുറച്ചാൽ മതിയല്ലോ. 90 - that is equal to 5. 10 - 5 = 5. ഇവിടെ അപ്പോൾ എത്രയാണ്? 9. 9 - 2 = 7. ഇവിടെ എത്ര ഉണ്ട്? 8. 8 - 4 = 4. 47.5
റിക്വയർഡ് ആൻസർ 47.5 ഉണ്ടോ നോക്കാം. നമുക്ക് 47.5 ഓപ്ഷൻ നമ്പർ എ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് 2 tan A is equal to 3. എന്താണ് 2 tan A? 2 tan A is equal to 3. അപ്പോൾ tan A എന്തായിരിക്കും? tan A is equal to 3/2 ആണ്. tan A is equal to 3/2. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് എ ആയിട്ട് കണക്കൂട്ടാം. അപ്പം tan A എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/2. അപ്പം ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? 3 9 9 4 13 റൂട്ട് 13 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 sin A. 4 sin A plus 3 cos A plus 3 cos A the whole divided by 4 sin A minus 3 cos A minus 3 cos A. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു സൈൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/30 റൂട്ട് 13 3/13 പ്ലസ് 3 cos A എന്ന് വെച്ചാൽ 3 ഇൻറ്റു cos A എന്നതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/√3 2/√13 റൂട്ട് ഡിവൈഡഡ് ബൈ ഇതേ വാല്യൂ ആണല്ലോ മൈനസ് വരുന്നില്ല. 4 12 റൂട്ട് 3 12 റൂട്ട് 13 പ്ലസ് 3 ഇൻറ്റു 2 6 റൂട്ട് 13. അപ്പം സോറി ഇവിടെ മൈനസ് ആണ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ആണ്. ഓക്കെ. അപ്പം മുകളിൽ എന്ത് കിട്ടും? 4 ഇൻറ്റു 3 12 റൂട്ട് 3 12 പ്ലസ് 3 ഇൻറ്റു 2 6 ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഡിവൈഡഡ് ബൈ 12 മൈനസ് 6 എത്രയാണ്? 6/√3. റൂട്ട് 13 വെട്ടിപ്പോകും നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താണ്? 12 പ്ലസ് 6 എത്രയാണ്? 18 18 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 3 എന്ന ഉത്തരം നമുക്ക് കിട്ടുന്നു. ഉത്തരം ഉണ്ടല്ലോ ഇവിടെ. 3 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം പറയുന്നത് ഇൻ എ സർവേ ഇറ്റ് ഫൗണ്ട് ദാറ്റ് In a survey, it is found that every 5th person has a vehicle. The probability of a person not having vehicle. അപ്പോൾ എന്താണ് പറയുന്നത്? 16ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 5 പേരിൽ ഒരാൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5. 5 പേരിൽ ഒരാൾക്ക് വെഹിക്കിളുണ്ട്. അങ്കിൾ വെഹിക്കിൾ ഇല്ലാത്തവരുടെ പ്രോബിലിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് P+Q 1 ആയതുകൊണ്ട് നമുക്ക് 1 മൈനസ് 1/5 കണ്ടുപിടിക്കുമ്പം വെഹിക്കിൾ ഇല്ലാത്തവരുടെ പ്രോബിലിറ്റി കിട്ടും. എത്രയാണ്? 5 മൈനസ് 1 4/5. 5ൽ 4 പേർക്ക് വെഹിക്കിൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ആൻസർ എത്രയാണ്? സി എന്ന് പറയുന്നത് 4/5 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനോട്ട് നമുക്ക് കിടക്കാം. 17. The value of each observation is a statistical data is increased by 3. Then the mean of the data that also increased by 3 only. This is the answer. B is the answer. About the next question. Which of the following is a quadratic polynomial having zeros -2 3? അപ്പോൾ ഒരു quadratic equation ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ റൂട്ട്സ് തന്നിരിക്കുന്നത് -2/3 ആൽഫ ഈസ് ഈക്വൽ ടു -2/3 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 2/3. ബീറ്റ ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0. -2/3 പ്ലസ് 2/3 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ആൽഫ ബീറ്റ എന്താണ്? ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു -2/3 ഇൻറ്റു 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു -4/9.
അപ്പം നമുക്ക് എഴുതാം എ സ്ക്വയർ മൈനസ് ഇത് പോയി 0 ആയി പോവുമല്ലോ. പിന്നെന്താണ് -4/9 ഈസ് ഈക്വൽ ടു 0. ദെൻ എക്സ് സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x സ്ക്വയർ -4 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. 9x സ്ക്വയർ -4 എന്ന് വരുന്നത് ഇവിടെ CD മാത്രമാണ്, വേറെ ഒന്നിനും 9x സ്ക്വയർ -4 വരുന്നില്ല. ഇവിടെ ഉത്തരം തന്നിരിക്കുന്നത് 5 × 9x സ്ക്വയർ -4 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും k × 9x സ്ക്വയർ -4 എന്ന് പറയുന്നതും ഇതിൻ്റെ ഇക്വേഷനാണ്. അപ്പം നമുക്ക് കെക്ക് പോലെ ഇവിടെ 5 ഡിഗ്രി ഏത് വാല്യൂ കൊടുത്താലും ഉത്തരം അത് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഡി ഓപ്ഷൻ 5 × 9x സ്ക്വയർ -4 എന്നുള്ളതാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 19ഉം 20ഉം അസേർഷൻ റീസൺ ടൈപ്പാണ്. അപ്പം നമുക്ക് ആദ്യത്തെ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ അസേർഷൻ നോക്കുന്നത് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ABC ഈസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ നമ്പറായി, എന്ന് വെച്ചാൽ 4 വരാം, 6 വരാം, 5/6 വരാം, 0.01 വരാം. ഇതുപോലത്തുള്ളതല്ല റാഷണൽ നമ്പറാണ്. അപ്പോൾ ഈ റാഷണൽ നമ്പർ അല്ലാത്ത ഇറാഷണൽ നമ്പർ വരുന്നത് എങ്ങനെയാണ്? √2 വരും, -√2 വരും, എക്സെട്ര വരും. അപ്പോൾ ഒരു പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞത് റാഷണൽ മാത്രമല്ല ഇറാഷണലും വരും. അപ്പോൾ അസേർഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ടു റാഷണൽ നമ്പർ ഈസ് ആൾവേസ് റാഷണൽ. റാഷണൽ നമ്പറിലെ സം ഓഫ് സ്ക്വയർ ഓഫ് ദ സം എത്ര ആയിരിക്കും? അപ്പോൾ എന്താണ്? B ഈസ് ഈക്വൽ ടു കറക്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? അസേർഷൻ എ ഈസ് ഫാൾസ് ആൻഡ് B ഈസ് ട്രൂ. അപ്പോൾ ഓപ്ഷൻ നമ്പർ ടി ആണ് ആൻസർ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പോയിന്റ് P എന്ന് പറയുന്നത് 0, 2 ആണ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ y ആക്സിസ് വിത്ത് ദ ലൈൻ 3x + 2y ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഈ വാല്യൂസ് കൊടുത്തു നോക്കാം. P 0 ആവും, 2 + 2 4 ആവും, ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഈ കണ്ടീഷൻ കറക്റ്റാണ്. എ എന്ന് പറയുന്നത് അസേർഷൻ കറക്റ്റാണ്. ഇനി എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് എ റീസൺ പറയുന്നത് എന്താണ്? റീസൺ പറയുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് P02 ഫ്രം ദ എക്സ് ആക്സിസ് E2. അപ്പോൾ റീസൺ അവിടെ തെറ്റാണ്. റീസൺ അതുകൊണ്ടല്ല, നമ്മൾക്ക് ഇക്വേഷൻ ശരിയായതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്? അസേർഷൻ ട്രൂ ബട്ട് റീസൺ ഫാൾസ്. അപ്പോൾ അവിടെ ഇക്വേഷൻ അവിടെ ആൻസർ എന്താണ്? സി ആണ്. ഇതോടെ MCQ എന്ന സെക്ഷൻ തീരുവാണ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വിശദമായിട്ടുള്ള കണക്കുകൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.